ബംഗ്ലാദേശിനെ തകർത്ത് ഏഷ്യ കപ്പിൽ ഭാരതം ഫൈനലിലെത്തിയതിന്റെ ആഹ്ലാദത്തിൽ ക്രിക്കറ്റ് ആരാധകർ. തങ്ങളുടെ ടീമിനെ ഭാരതത്തെ തോൽപ്പിക്കാനാവില്ലെന്ന് സത്യം വിളിച്ചു പറഞ്ഞാണ് ബംഗ്ലാദേശ് ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത്. ഭാരതത്തിന് മൂന്നാമതും തോൽപ്പിക്കാൻ ഫൈനലിൽ പാകിസ്ഥാനെ എതിരാളികളായി കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് ഇന്ത്യൻ ആരാധകർ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ തകർത്ത് രാജകീയമായ ഫൈനലിലേക്ക് ഭാരതം കിടന്നതിന്റെ സന്തോഷത്തിലാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും. മാച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു. നോർമൽ വി ഓൾ നോ ദാറ്റ് ഇന്ത്യ ഈസ് ഗോയിങ് ടു വിൻ ദ മാച്ച്. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല മാച്ച് ആയിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. The match was very good. India played very well. The first 10 overs were very entertaining when India was batting, and I wish all the best for the finals because we've reached the finals now, and hopefully we'll be winning this year as well. തങ്ങളുടെ ടീമിന് ഒരിക്കലും ഇന്ത്യ തോൽപ്പിക്കാനാവില്ലെന്ന നിരാശ പങ്കുവച്ചാണ് ബംഗ്ലാദേശ് ആരാധകർ സ്റ്റേഡിയം വിട്ടത്. The match was one-sided. India fielded poorly and Bangladesh couldn't capitalize. So it was an easy game for India, but hey. India played very well. Clearly they're a class above, but Bangladesh did not help themselves, and it is what it is. മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണെ ബാറ്റിംഗിന് ഇറക്കാത്തതിന്റെ നിരാശയും ചിലർ പ്രകടിപ്പിച്ചു. സഞ്ജു ആകെ കളിച്ചത് ലാസ്റ്റ് മാച്ചാണ് പാകിസ്ഥാനെതിരെയുള്ള. ആ മാച്ചിൽ മാത്രം സഞ്ജു തേർഡ് ഓവറിൽ ഇറങ്ങിയെന്ന് എൻ്റെ ഒരു ഇത്. ബാക്കി എല്ലാ മാച്ചിലും സഞ്ജുവിനെ എന്താ പറയുക, ഫിഫ്ത്തും സിക്സ്ത്തും ഒക്കെ ആയിട്ടാണ് ഇറക്കുന്നത്. ഈ ടൂർണമെന്റിൽ തന്നെ മൂന്നാം തവണയും പാകിസ്ഥാനെ തോൽപ്പിക്കാനായി ഫൈനലിൽ പാകിസ്ഥാൻ എതിരാളികളായി വരണമെന്നാണ് എല്ലാ ഇന്ത്യൻ ആരാധകരും ആഗ്രഹിക്കുന്നത്. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിച്ചു തകർത്ത്, ബംഗ്ലാദേശിനെ അടിച്ചു തകർത്ത് ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫൈനലിൽ നമുക്ക് പാകിസ്ഥാനെ നേരിടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ ടൂർണമെൻറ്റിൽ മൂന്നാമത്തെ തവണ അവരെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരാകാൻ കഴിയട്ടെ എന്ന് ടീം ഇന്ത്യക്ക് എല്ലാ ആശംസകളും. സൂപ്പർ ഫോറിലെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള അടുത്ത മത്സരത്തിലും ഫൈനലിലും ഇതേ ഫോം തന്നെ ഇന്ത്യ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.